പെർഫോമൻസ് മാത്രമാണ് ടീമിലേക്കുള്ള സെലക്ഷന്റെ അടിസ്ഥാനമെങ്കിൽ ഇത്തവണത്തെ T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന പൊസിഷനിലേക്ക് ഒരേ ഒരു പേര് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയൂ. അതെ, സഞ്ജു വി സാംസൺ. ഉത്തരേന്ത്യൻ താരങ്ങളെ കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് ശ്രീശാന്തിന് ശേഷം എത്തപ്പെട്ട മലയാളി താരമാണ് സഞ്ജു വി സാംസൺ. പലതവണ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടും ടീമിലെത്താതിരുന്ന സഞ്ജുവിന് അതിലൊന്നും യാതൊരു പരാതിയും പരിഭവമില്ല. ലക്നൌവിനെതിരായ IPL മത്സരത്തിലെ വിജയ റൺ നേടിയ ശേഷം രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു വി സാംസന്റെ ഈ ഗർജനം ഇനിയെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ടർമാരുടെ കണ്ണും കാതും തുറപ്പിക്കുന്നു. വിൻഡീസിലും അമേരിക്കയിലുമായി നടക്കുന്ന T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിലേക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഉടൻ തന്നെ പ്രഖ്യാപിക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഒരു കളിക്കാരൻ എന്ന നിലയിൽ കഴിവിന്റെ പരമാവധി പ്രകടനം പുറത്തെടുത്തിട്ടും ആഭ്യന്തര ക്രിക്കറ്റിലും IPLലുമൊക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടും ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിലേക്ക് ഇടം നേടുവാൻ സഞ്ജു സാംസന് കഴിഞ്ഞിരുന്നില്ല. സഞ്ജുവിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന 2022 T20 വേൾഡ് കപ്പ് ടീമിൽ നിന്നും ഋഷഭ് പന്തിന് വേണ്ടി അദ്ദേഹത്തെ തഴയുകയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ടർമാർ. ഈ IPL സീസണിൽ മിന്നുന്ന പ്രകടനമാണ് സഞ്ജു പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. 9 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 77 റൺ ശരാശരിയിൽ 388 റൺസ് അടിച്ചെടുത്ത് സാക്ഷാൽ വിരാട് കോഹ്ലിക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ റൺ നേടിയ ബാറ്റ്സ്മാൻമാരിൽ സഞ്ജുവിന്റെ സ്ഥാനം. ഈ IPL വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരിലും ക്യാപ്റ്റന്മാരിലും ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത താരവും സഞ്ജു തന്നെ. ഈ IPLിലെ രാജസ്ഥാൻ റോയൽസിന്റെ മിന്നുന്ന പ്രകടനത്തിന് പിന്നിലെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയും ഏറെ പ്രശംസിക്കപ്പെടുന്നുണ്ട്. നിലവിൽ സഞ്ജുവിനൊപ്പം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട താരങ്ങളാണ് ഋഷഭ് പന്തും KL രാഹുലും. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ക്രീസിലേക്ക് മടങ്ങിയെത്തിയ ഋഷഭ് പന്ത് മികച്ച പ്രകടനം തന്നെയാണ് ഈ IPLിൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും സഞ്ജുവിനും ഋഷഭ് പന്തിനുമാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഇതിൽ തന്നെ ഓപ്പണിംഗ് മുതൽ ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യുവാൻ കഴിയുമെന്നുള്ള സഞ്ജുവിന്റെ മികവും വിക്കറ്റിന് പിന്നിലെ മിന്നൽ പ്രകടനങ്ങളും സഞ്ജുവിന് ടീമിലേക്കുള്ള വഴി തുറക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇത്രയധികം മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടും ഇത്തവണയും ക്രിക്കറ്റ് ടീമിലേക്കുള്ള സെലക്ഷനിൽ സഞ്ജുവിനെ കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ ഒരു അവഗണനയുടെ ചരിത്രമാകുമെന്നതിൽ തർക്കമില്ല.